പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഭാരങ്ങളേറുമ്പോൾ കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യം മുതൽ. അവനോ സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറേ വേറൊരുവൻ, ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നതെനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടവനെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുകയാണ്. കർത്താവിനെ പിടികൂടി. കർത്താവ് ആ പടയാളികൾ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. ശിഷ്യന്മാർ അമ്പരപ്പിലാണ്, എല്ലാവരും അമ്പരപ്പിലാണ്. പത്രോസ് കുറച്ച് ദൂരെ മാറി വരുന്നുണ്ട്. ദൂരവേ പിൻചെന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ദൂരവേ പിൻചെന്നു, കുറേ ദൂരെ മാറി വരുന്നുണ്ട്. അനേകം ദൈവമക്കളിൽ നിന്ന് ദൂരവേ പിൻചെല്ലുന്നവരാണ്. ചേർന്ന് വരുന്നില്ല, എല്ലാം അങ്ങ് ചേർച്ചയാകുന്നില്ല. പലതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പല കാര്യങ്ങളും അവരുടെ സ്വന്തം നീതിക്കൊത്തവണ്ണമല്ല. കൂട്ടായ്മയുടെ നടത്തിപ്പ്, കൂട്ടായ്മയിലെ കാര്യങ്ങൾ പലതും ഒന്നും അവരുടെ സ്വന്തം നീതിക്കൊത്തവണ്ണമല്ല നടക്കുന്നത്. അവർക്ക് പലതിലും ഉള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പിന്നെ പുറമൊന്നും പറയുന്നില്ലെന്ന് മാത്രം. അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്, അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം അങ്ങ് ചേർച്ച വരുന്നില്ല, ഉള്ളതും കൊണ്ട് ചേരുന്നില്ല. പത്രോസ് ദൂരവേ പിരിഞ്ഞെന്നു, പിറകെ പോകുന്നുണ്ട്. പത്രോസ് പിന്മാറി പോയിട്ടില്ല, ദൂരവേ പിൻചെന്നു. പക്ഷേ ദൂരവേ പിൻചെല്ലുന്നതുകൊണ്ട് ഇത് പറ്റി. ഈ പത്രോസിനെ കുറിച്ച് ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞു. ഇവനും ആ ഗലീലക്കാരൻ്റെ കൂടെയാണല്ലോ, യേശുവിൻ്റെ കൂടെയാണല്ലോ. ഇല്ല, ഞാൻ അവനെ അറിയുന്നില്ല. എനിക്കറിയാമല്ലോ, ഇതിൻ്റെ ഉച്ചാരണമൊന്നും തന്നെ വെളിവാക്കുന്നല്ലോ, ഇവൻ യേശുവിൻ്റെ കൂടെ തന്നെ. അയ്യോ, എനിക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് പ്രാകുവാനും തള്ളിപ്പറയാനും തുടങ്ങി. 3 പ്രാവശ്യത്തെ കഴിഞ്ഞു. ഇവൻ അവനോടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി.
പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസ് ഈ വാക്ക് പറഞ്ഞത് കർത്താവ് കേട്ടു. ദൈവമെല്ലാം കേൾക്കുന്നല്ലോ. കർത്താവ് തിരിഞ്ഞ് മുന്നോട്ട് ഗബ്ബഥായിലേക്ക് എന്ന് പറഞ്ഞാൽ പീലാത്തോസിൻ്റെ അരമനയുടെ അകത്തളത്തിലേക്ക്, വിസ്താര സ്ഥലത്തേക്ക്, ഗബ്ബഥായിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് പത്രോസ് പറഞ്ഞു, ഇവന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നത് കർത്താവ് കേട്ടത്. ആ വേദനയുടെ മധ്യത്തിൽ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, തിരിഞ്ഞു നോക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂമ്പേ നീ 3 വട്ടം തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. ആ നോട്ടത്തിൽ പത്രോസിന് ഓർമ്മ വന്നു, ഞാൻ എൻ്റെ കർത്താവേ നീ എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലല്ലോ, ഞാൻ ധിക്കരിച്ച് കളഞ്ഞല്ലോ, എൻ്റെ ദൈവമേ ഞാൻ തള്ളിപ്പറഞ്ഞു പോയല്ലോ. പത്രോസ് ഓർത്തു. ദുഃഖത്തോടെ പുറത്തിറങ്ങി കരഞ്ഞു. പുറത്തിറങ്ങിയ ദുഃഖത്തോടെ കരഞ്ഞു. വിസ്താര സ്ഥലത്ത് നിന്ന് പത്രോസ് പുറത്തേക്ക് ഇറങ്ങി മാറി കരയുകയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, ആ 3 ദിവസവും പത്രോസ് കരഞ്ഞ് കഴിഞ്ഞു. അവസാനം പത്രോസിൻ്റെ പേര് കർത്താവ് ഉച്ചരിച്ചു എന്ന് കേട്ടപ്പോൾ പത്രോസ് വളരെ പയ്യെ ആണെങ്കിലും, അല്പം ജാള്യത്തോടെ ആണെങ്കിലും, അല്പം മ്ലാനോദനായിട്ടാണെങ്കിലും പത്രോസ് അകത്തേക്ക് കയറി ഒരുമിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ കൂട്ടത്തിൽ പത്രോസ് ഇരിക്കുകയാണ്. എനിക്ക് യോഗ്യതയില്ല എന്ന് പത്രോസിന് അറിയാം. പക്ഷേ പത്രോസ് കയറിയിരുന്നു. കാരണം എൻ്റെ പേര് കർത്താവ് പറഞ്ഞല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ, എന്നെ മറന്നില്ലല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരാൾ കഴിഞ്ഞൊരവസരത്തിൽ എപ്പോഴോ ദൈവാത്മാവിനോട് തോന്നിച്ചു, പറഞ്ഞു ആളിന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്തു. അപ്പോൾ പറയുകയാണ്, അപ്പോൾ കർത്താവ് എന്നെ മറന്നില്ല. എനിക്ക് കർത്താവ് എന്നെ മറന്നില്ല. ഞാൻ വിചാരിച്ച കർത്താവ് എന്നെ മറന്നു എന്നാണെന്ന്. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു മറക്കുകയില്ല, മനുഷ്യന് മറക്കും. ഞാനും മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ യേശുക്രിസ്തു മറക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത് നിങ്ങൾ വിളിക്കാൻ. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു സ്നേഹം മാത്രമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അടിവരയിട്ട് നിങ്ങൾ സ്വീകരിക്കുക. യേശുക്രിസ്തു സ്നേഹം മാത്രമാണ്, നിഷ്കളങ്ക സ്നേഹം, ഒരു പ്രതീക്ഷയും ഒരു പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം, ഒന്നില്ല, മുഴുവൻ സ്നേഹം മാത്രം. അതുകൊണ്ടല്ലേ നാം ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ, കർത്താവിൻ്റെ സ്നേഹം കൊണ്ടല്ലേ. അല്ലെങ്കിൽ എത്ര പണ്ടേ മണ്ണടിയിലായി പോകുമായിരുന്നു, അല്ലേ? മണ്ണടിയിൽ പോകുമായിരുന്നു. എത്ര പണ്ടേ മരണം നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നു. എത്ര പണ്ടേ നാം അവസരം രോഗികളും എല്ലാം നഷ്ടപ്പെട്ടവരുമായി തീരുമായിരുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. സ്നേഹം മാത്രം. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ എന്ന് പാട്ടുകാരൻ പാടി. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, പത്രോസ് ആ കൂട്ടത്തിൽ കയറിയിരുന്നു. 3-ാം ദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം. അപ്പോഴാണ് വാതിലും ജനലും അടച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു വന്ന് അവരുടെ നടുവിൽ നിന്നു. എന്തൊരത്ഭുതം! അയ്യോ, മരിച്ചുപോയി എന്ന് നാം വിചാരിച്ചിരുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ അടുക്കിലേക്ക് തന്നെ വന്നല്ലോ. ആദ്യ ദിവസം തന്നെ, ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ നമ്മെ തേടി വന്നല്ലോ. ഈ കറുത്ത ദിവസത്തിൽ കർത്താവ് നമ്മെ തേടി വന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് എല്ലാവർക്കും അത്ഭുതം. ഞാൻ വിചാരിക്കുന്നവരെല്ലാവരും ചാടി എഴുന്നേറ്റ് വന്ന്. സ്തോത്രം. ദിവസം പറഞ്ഞിട്ടില്ല. എല്ലാവരും ചാടി എഴുന്നേറ്റു. എല്ലാവരും കൂപ്പുകയോടെ നിന്നു. എന്നിട്ട് എല്ലാവരും ആ കർത്താവിൻ്റെ കാക്കിൽ അങ്ങ് വീണു. ആ പാദം എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിച്ചു. അപ്പോൾ പത്രോസും ആ കൂട്ടത്തിലുണ്ട്. പത്രോസും ചേർന്നിരുന്നു. കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേലും വിശ്വാസപരനോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന് ശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. യോഹന്നാന് ശേഷം 20-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നീട് കർത്താവ് അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു എന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയ പാടും കയ്യിലെ ആണിപ്പാടും അവരെ കാണിച്ചു കൊടുത്തു. അവർക്ക് സംശയമില്ല, നമ്മുടെ കർത്താവ് തന്നെ.
കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കണ്ടപ്പോഴേക്കും അവർക്ക് എല്ലാം സന്തോഷമായി. അവർ തിരിച്ചറിഞ്ഞു, യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ കണ്ടിട്ട് സന്തോഷമായി. അവർ സന്തോഷത്തോടെ കർത്താവിനെ എതിരേറ്റ് കർത്താവിനെ സ്തുതിക്കുകയാണ്. സന്തോഷത്തോടെ സ്തുതിക്കുക, ആഘോഷത്തോടെ സ്തുതിക്കുകയാണ്. അപ്പോൾ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. ഞങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. പിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ ഈ ഭൂമിയിൽ ഊടാടി ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രൻ പറയുന്നു, നിങ്ങളാണ് എൻ്റെ വേല ചെയ്യേണ്ടവർ, നിങ്ങളാണ് അതിന് എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. നിങ്ങളാണ് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ, നിങ്ങളാണ് എനിക്ക് വേണ്ടി സുവിശേഷം അറിയിക്കേണ്ടവർ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, ദൈവത്തിന് സ്തോത്രം, അവരുടെ മേൽ ഊതി. നിത്യനായ ദൈവത്തിൻ്റെ ശ്വാസത്താൽ മനുഷ്യൻ ഉളവായി. സൃഷ്ടി ഉളവായത് ദൈവത്തിൻ്റെ ശ്വാസത്താലാണ്. ആ നിത്യപിതാവിൻ്റെ ശ്വാസത്താൽ കർത്താവ് അവരെ ഊതി. അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, അവരുടെ ഊതിയിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാതെ നിങ്ങൾക്ക് എൻ്റെ വേല ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടാതെ നിങ്ങൾക്ക് എൻ്റെ വേല ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്തെല്ലാം വേല ചെയ്താലും പരിശുദ്ധാത്മാവിനെ കൂടാതെ ചെയ്യാൻ ആ വേല കർത്താവിൻ്റെ പ്രസാദകരമായ രീതിയിൽ വേല ചെയ്യാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. കർത്താവ് ദാനമായി അവരുടെ മേൽ ആത്മാവിനെ പകർന്നു. സ്തോത്രം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് കർത്താവ് അതിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പറഞ്ഞതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. കാര്യസ്ഥൻ നിങ്ങൾക്ക് അയച്ചു തരും, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ മേലെ അയക്കും ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴിതാ പരിശുദ്ധാത്മാവിനെ നേരിട്ട് അവർക്ക് കിട്ടുകയാണ്. അവരങ്ങ് നിർവൃതിയിലാണ്ടു, ആനന്ദത്തിന് നിർവൃതിയിലാണ്ട് ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മാവിനെ കിട്ടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നാനാദേശങ്ങളിൽ നിന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ ഒരു എളിയ ആശ, നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരായിത്തീരണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വരണം. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്ന് നിറയണം. പരിശുദ്ധാത്മാവ് ഈ ചെറിയ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയണം. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങൾ കാത്തുകാത്തിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ നിങ്ങൾ കാത്തുകാത്തിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, വന്നുപോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇനി മേൽ പാപം ചെയ്യുകയില്ലെന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അത് നിലനിൽക്കാത്തതിന് കാരണം നിങ്ങൾക്ക് കൃപ അനുഭവിക്കാൻ സാധിക്കാതിരിക്കുന്നത് അതിന് കാരണമുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ പാപത്തോട് വെറുപ്പ് വന്നിട്ടില്ല. അകത്ത് ഈ പാവജീവിതം വേണ്ട എന്ന് വയ്ക്കാനുള്ളതായ വെറുപ്പ് വന്നിട്ടില്ല. ഇത് വേണ്ട, ഈ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതായി ഈ പാവം എനിക്ക് വേണ്ട, എൻ്റെ ജീവിതം നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പാവം എനിക്ക് വേണ്ട, ഈ പാവത്തിൻ്റെ അധികാരിയായ പിശാചിനെ എനിക്ക് വേണ്ട, ഞാൻ പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, പിശാചിനെ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവിന് ഇഷ്ടമായ യേശു ക്രിസ്തുവിനെ എൻ്റെ നാഥനായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇത് ഉള്ളത്തിൽ വരുന്നില്ല, പുറമെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടായ്മയിലിരുന്ന് അനേകം ആളുകൾ ഇത് ഹൃദയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് ഹൃദയത്തിൻ്റെ അനുഭവമായി മാറുന്നില്ല. പറച്ചിലുണ്ട്, ഹൃദയത്തിൽ അങ്ങ് തീരുമാനമെടുക്കുന്നുണ്ട്, നാവ് കൊണ്ട് പറയുന്നുണ്ട്, പക്ഷേ അത് ജീവിതത്തിൻ്റെ തനതായൊരു അനുഭവമാക്കി നിങ്ങൾ മാറ്റിയെടുക്കുന്നില്ല. സ്തോത്രം. അതിനാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ച് കാത്തിരുന്ന് നിങ്ങളതിനെ ശുദ്ധീകരിച്ച് നിങ്ങൾ ആത്മാവിനെ കൈക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവൻ ദാനമെന്ന് അപ്പോസ്തലൻ പറയുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനം, പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു സൗജന്യ ദാനമാണ്, ഫ്രീ ഗിഫ്റ്റാണ്. ദൈവം തരുന്ന ഫ്രീ ഗിഫ്റ്റ്, സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്നുള്ളത്. 1973 മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഒരു പരിശുദ്ധനായ ദേവദാസനോട് വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കതാണ് കിട്ടിയത്. പരിശുദ്ധാത്മാവിനെ കിട്ടി. ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ലോകത്തല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ വേറെ ലോകത്തേക്ക് പോയതുപോലെ തോന്നിപ്പോയി. ഞാൻ അങ്ങ് ഉയർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് പോലും ഞാൻ മറന്നുപോയി. ഞങ്ങൾ അന്ന് ഇവിടെയാണ് ഇരുന്ന് പ്രാർത്ഥിച്ചത്. അത് ഞങ്ങളുടെ കിടപ്പുമുറിയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. രാവിലെ 9 മണിക്ക് പരിശുദ്ധനായ ദേവദാസൻ ഈ ഭവനത്തിലേക്ക് വന്നു. അദ്ദേഹം വന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന കട്ടിൽ മാറ്റി പുറത്തേക്ക് ഇട്ടതിന് ശേഷം അദ്ദേഹം അവിടെ ഇരുന്ന് ഉടനെ അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. ഒന്നും എനിക്കറിയാൻ വയ്യായിരുന്നു, പക്ഷേ എനിക്കറിയാമായിരുന്നു ഏതോ ഒരു പ്രത്യേകത എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ടെന്ന്. എൻ്റെ ഈ നെഞ്ചാകെ അങ്ങ് വീർത്തു വരുന്ന ഒരു തോന്നൽ, ഒരു ശക്തി ഇങ്ങനെ പരിവർത്തനം ചെയ്യുന്നത് പോലെ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ഇങ്ങനെ പായുന്നത് പോലെ തോന്നി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ വിസ്തരിക്കാൻ എനിക്കറിയാൻ പാടില്ല, ഇന്നും അറിയാൻ പാടില്ല. കാരണം ഞാനെത്ര നിസ്സാരനായൊരു മനുഷ്യൻ. അരൂപിയായ ദൈവാത്മാവ് ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. കാറ്റകത്തേക്ക് കടന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൈക്കുള്ളിൽ നിന്ന് പറഞ്ഞ കർത്താവിൻ്റെ മേൽ ഊതി. എന്നെനിക്കറിയാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ആ ദൈവദാസൻ പറഞ്ഞു, ഈ പ്രദേശം മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതെന്ന്. സ്തോത്രം. അന്ന് ആ പരിശുദ്ധ ദൈവദാസൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഇവിടെ ഈ പ്രദേശത്തെല്ലാം ഒട്ടേറെ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നത് ഞാൻ കാണുന്നുവെന്ന്. സ്തോത്രം. അന്ന് ഞങ്ങൾ 10-12 പേരേ ഉള്ളൂ കൂട്ടായ്മയിൽ. ദൈവത്തിന് സ്തോത്രം. ആ ചെറിയ കൂട്ടായ്മയിൽ 12 എന്താണെന്ന് എനിക്ക് തോന്നുന്നു, ചെറിയ കൂട്ടായ്മയിൽ. അന്ന് അധികം പേരൊന്നും ഇല്ല. അന്ന് പറഞ്ഞു, ഇവിടെ മുഴുവൻ ഈ പ്രദേശം മുഴുവൻ അനേകം മനുഷ്യരെ കൂടെ നിറഞ്ഞിരിക്കുന്നുവെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്, എൻ്റെ യേശുവിനോട് എനിക്ക് സ്നേഹമുണ്ട്. കർത്താവ് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളാണ് തന്നത്, അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ. സ്തോത്രം, സ്തോത്രം. അപകർഷതാബോധം കൊണ്ട് തലകുനിഞ്ഞു പോയ ഈ സാധു മനുഷ്യനെ കർത്താവ് സന്ദർശിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനെ തുടർന്നാണ് ഈ ദേശമെല്ലാം ഉണർന്നത്. പിന്നെ അത് പരിസരങ്ങളിലേക്ക് വ്യാപിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രദേശങ്ങൾ കർത്താവ് കൈയടക്കി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം എത്ര ഭാഗ്യശാലികളാണ്, നാം എത്ര ഭാഗ്യശാലികളാണ്. ഞാൻ എൻ്റെ ആശ പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾക്ക് വേണമോ ഈ പരിശുദ്ധാത്മാവിനെ? നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയോ? അല്ല, നിങ്ങൾ ഒരുങ്ങുമോ? സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ഈ പരിശുദ്ധ അരൂപിയെ നിങ്ങളിപ്പോൾ എതിരേൽക്കുമോ? പരിശുദ്ധാത്മാവെ കടന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സ്തോത്രം. പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ ക്ഷീണങ്ങൾ തീർന്നു പോകും, നിങ്ങളുടെ വരൾച്ചകൾ മാറിപ്പോകും, കണ്ണീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങും. ഹൃദയം അലിഞ്ഞലിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് തീവ്രമായ പശ്ചാത്താപം ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വലിയ അനുതാപം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയും. വലിയ അനുതാപം കൊണ്ട് നിങ്ങളുടെ ഹൃദയം മുറിയും. ഹൃദയത്തിൽ തകർന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. കല്ല് പോലിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം അലിഞ്ഞലിഞ്ഞലിഞ്ഞ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളിൽ നിന്നിട്ടുള്ളവരിലേക്ക് സ്നേഹം മാത്രം ഒഴുകും, സ്നേഹം മാത്രം. നിങ്ങളുടെ കുടുംബങ്ങൾ സ്വസ്ഥ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വരും. പിണങ്ങിപ്പോയവരെല്ലാം ഇണങ്ങുന്നവരായിത്തീരും. ആരെല്ലാം അകന്നു പോയോ അവരെല്ലാം അടുക്കലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നവരോട് നിങ്ങൾ മാപ്പ് പറയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതമാകെ മാറും, ആകെ രൂപാന്തരം വരും. പരിശുദ്ധാത്മാവ് വരിക എന്ന് പറയുന്നതൊരു മഹാത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സിഹിയോന്മാളിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ നേരെ ഊതിയിട്ട് കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നാൽ സമാധാനമാണ്. എല്ലാ അങ്കലാപ്പുകളും മാറും. നിങ്ങളുടെ പരീക്ഷ പേടികൾ മാറും. അയ്യോ പരീക്ഷയാണല്ലോ എന്നോർത്ത് വെപ്രാളപ്പെടുന്നതായി നിങ്ങളുടെ ഭാരങ്ങൾ മാറും, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും, നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഇപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കുമോ? അത് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നമ്മുടെ ആരുടെയും മേന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ ആരുടെയും യോഗ്യ നോക്കിയല്ല. എല്ലാം കൃപാദാനം, എല്ലാം കൃപ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രക്ഷാനുഭവമാകും. ഇന്ന് മരിച്ചാൽ ദൈവരാജ്യത്തിൽ ചെല്ലുന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. ഞാനിന്ന് കടന്നു പോയാൽ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ പറന്നു ചെല്ലും എന്നുള്ളതായി ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു വരുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും.
നിങ്ങളുടെ ജീവിതം ആനന്ദം അലതല്ലുന്ന ജീവിതമായി മാറും. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സാധാരണവും ഇടപെടാതെ കരയറ്റുവാൻ നിങ്ങൾ യോഗ്യരായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇടപെടാതെ കരയറ്റേണ്ടതാണ്. എന്നാൽ യോഗ്യത പ്രാപിക്കണം. പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടണം. എല്ലാ അകൃത്യവും മോചിക്കപ്പെട്ട് കിട്ടണം. പത്രോസിൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് മാറ്റി. വന്നുപോയ വീഴ്ചയെല്ലാം കർത്താവ് മാറ്റി. എല്ലാ തിന്മകളും കർത്താവ് മാറ്റി. കർത്താവ് പത്രോസിന് സമാധാനം നൽകി. ദൈവത്തിന് സ്തോത്രം. പത്രോസിന് വീര്യം വീണ്ടും കൊടുത്തു. വീര്യം നഷ്ടപ്പെട്ടു പോയി വീര്യം തിരികെ കൊടുത്തു. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. പത്രോസ് നഷ്ടപ്പെട്ടു പോയ പദവികൾ കർത്താവ് തിരികെ കൊടുത്തു. പത്രോസിനെ കർത്താവ് ആശയോടെ വിളിച്ചതാണ്. ഗലീല കടൽപ്പുറത്ത് നിന്ന് മുക്കുവത്തൊഴിലാളിയായ പത്രോസിനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പത്രോസിൻ്റെ പടകിൽ കയറി ജനത്തോട് സംസാരിച്ചതാണ്. ആ പടകിൽ ഇരുന്നുകൊണ്ട് കർത്താവ് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. കരികൾ ജനം തിങ്ങിക്കൂടിയിട്ടുണ്ട്. ആ ജനത്തോട് കടലിലെ ആ പടകിൽ ഇരുന്നുകൊണ്ട്, പത്രോസിൻ്റെ പടകിൽ ഇരുന്നുകൊണ്ട് കർത്താവ് സംസാരിച്ചു. പത്രോസിന് നല്ല ഓർമ്മയുണ്ട്. അന്ന് പത്രോസ് തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. വളരെ ക്ഷീണിതനായിട്ടിരിക്കുകയായിരുന്നു. ശരീരം ക്ഷീണിച്ചു, മനസ്സും ക്ഷീണിച്ചു. കാരണം ശരീരം ക്ഷീണിക്കാൻ കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, വല വീശി, ഒരു മീൻ പോലും കിട്ടിയില്ല. പത്രോസിന് ദുഃഖമുണ്ട്. ഇനി ഞാൻ ചെന്നിട്ട് വേണം തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് അരിയിടാൻ. ഈ മീനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം അരി വാങ്ങിക്കാൻ. ഞാൻ ഈ അരിയായിട്ട് ചെല്ലുമ്പോഴേക്കും അപ്പോഴേക്കും എൻ്റെ മക്കൾക്കെല്ലാം സന്തോഷമാകും. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്കും സന്തോഷമാകും. അമ്മായിയമ്മയ്ക്ക് സന്തോഷമാകും. അവരുടെ വിശപ്പ് മാറും. പത്രോസ് എല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പണി തുടങ്ങിയത്. പക്ഷേ അന്നൊന്നും കിട്ടിയില്ല. അയ്യോ, വിചാരിച്ചിരുന്ന സന്തോഷമെല്ലാം പോയല്ലോ. പത്രോസിന് ദുഃഖമുണ്ട്. കഷ്ടം, ഞാൻ കഷ്ടപ്പെട്ട് ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സ്നേഹിത, നീ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. നീ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് നിനക്ക് സമാധാനം കിട്ടിയില്ല. ഇത്രയും കാലം നീ ജീവിച്ചിട്ട് നിനക്ക് സമാധാനം കിട്ടിയില്ല. കുടുംബത്തിൽ സമാധാനം കിട്ടിയില്ല. നിൻ്റെ ഭാര്യ നിനക്ക് സമാധാനം തന്നില്ല. ഭർത്താവ് നിനക്ക് സ്വൈര്യം തന്നില്ല. നിൻ്റെ മക്കൾ നിനക്ക് സമാധാനം തന്നില്ല. നിനക്ക് സമാധാനം ഇല്ലാതെ പോയി. മാതാപിതാക്കൾ നിങ്ങളെ വാസ്തവമായി സ്നേഹിച്ചില്ല. നിൻ്റെ തോന്നലാണ് മാതാപിതാക്കൾക്ക് എന്നെ സ്നേഹമില്ല എന്നൊരു തോന്നൽ. പ്രിയപ്പെട്ടവനെ, നീ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ആരുമില്ലെന്ന് നിനക്ക് തോന്നിയാലും നിനക്ക് യേശുവുണ്ട്. ആ യേശുവാണ് പടകിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവാണ് ഈ പടകിൽ കയറി നിൽക്കുന്നത്. യേശു സംസാരിക്കുകയാണ്. ഈ പടകിൽ നിന്നുകൊണ്ട് യേശു സംസാരിക്കുകയാണ്. ഒരൊറ്റ കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ നിങ്ങളുടെ പടക് യേശുവിന് കൊടുക്കാമോ? ഈ ജീവിതം യേശുവിന് കൊടുക്കാമോ? കർത്താവേ, ഈ മീൻ ഉളുമ്പ് നാറുന്ന ഈ പടക് നിനക്ക് ഞാൻ വിട്ടുതരുന്നു. നീ ഇതിൽ കയറി നിന്നുകൊണ്ട് ജനത്തോട് നീ സംസാരിച്ചു കൊള്ളുക. നീ സംസാരിക്കുമ്പോൾ എനിക്കും ധൈര്യമാകും, എനിക്കും ബലമാകും. യേശുവേ, നീ ഇപ്പോൾ ഈ പടകിലേക്ക് കയറി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വെറുതെ ഒരു പ്രസംഗം കേൾക്കുകയല്ല, അനുഭവിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, ഈ ചെറുപടകിലേക്ക് നീ കയറണമേ. ഈ ചെറുപടകിൽ നീ കയറി ഇരിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, നീ ഒന്ന് സംസാരിക്കണമേ. ഈ പാവപ്പെട്ട എൻ്റെ ഈ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നീ ഒന്ന് സംസാരിക്കണമേ. എൻ്റെ നാവിൽ നിന്നുകൊണ്ട് നീ ഒന്ന് സംസാരിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നീ എന്നോട് സംസാരിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ആളത്വത്തിൽ നീ അധിവസിച്ചുകൊണ്ട് നീ ഒന്ന് സംസാരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കരയിലുള്ള ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞു. പത്രോസ് ദുഃഖിതനായിരിക്കുകയാണ്. വചനം കേട്ടത് മനസ്സിലുണ്ട്. അപ്പോൾ സമാധാനം കിട്ടി. പക്ഷേ എങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ലല്ലോ. വചനം കേട്ടപ്പോൾ സമാധാനം കിട്ടിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ലല്ലോ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ. പത്രോസ് മറുപടി പറഞ്ഞില്ല, ഒന്നും എതിർത്ത് പറഞ്ഞില്ല. കർത്താവ് ഈ രാത്രി മുന്നേ ഇവിടെ തന്നെ അധ്വാനിച്ചത്, അതൊന്നും കിട്ടിയില്ല. ഇനി അവിടെ വല വീശിയാൽ എന്ത് കിട്ടും? പത്രോസ് ചോദിച്ചില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീനെന്ന്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ അനുസരിക്കൂ. പടകിൻ്റെ വലതുഭാഗത്തേക്ക് വല വീശുവോ? യേശു പറയും, നിങ്ങൾ അനുസരിക്കൂ. ഒന്നും മനസ്സിലാകുന്നില്ല, സാധ്യതയില്ലെന്നാണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ. ഇനി ഇവിടെ മീനൊന്നും ഇല്ല എന്നാണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ. വീശാൻ പറഞ്ഞു. എന്താണ് കാരണം എന്നറിയാമോ? രക്ഷകൻ സൃഷ്ടാവ് വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് ആ സമുദ്രത്തിലെ ആ മത്സ്യങ്ങളെല്ലാം കൂടി പടകിൻ്റെ ചുറ്റും വന്ന് കൂടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സൃഷ്ടാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് അനേകം മത്സ്യങ്ങൾ വന്ന് അവിടെ പടകിൻ്റെ അരികത്ത് വന്ന് കൂടിയിരിക്കുകയാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവിൻ്റെ സ്വരം കേട്ടാൽ സൃഷ്ടി ഒരുമിച്ച് കൂടും. എന്തുണ്ടായി? സംഭവിച്ചത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വല വീശി മീൻ നിറഞ്ഞു. വല വലിച്ചു കയറ്റാൻ വയ്യാതായി. അപ്പുറത്തെ പടകിലുള്ളവരെ വിളിച്ചു, അവരും കൂടി വലിച്ചു കയറ്റി. പടക് നിറഞ്ഞു, മീൻ കൊണ്ട് നിറഞ്ഞു. ഒരു പൊടി മീൻ പോലും കിട്ടാത്ത ആ രാത്രി യേശു ഒന്ന് സംസാരിച്ചപ്പോൾ
പടക് നിറഞ്ഞു. പത്രോസിന് ഇതെല്ലാം ഓർമ്മയുണ്ട്. പത്രോസ് ഇതാ ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടപ്പോൾ, ഇപ്പോൾ വർഷങ്ങൾ 3.5 വർഷത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടപ്പോൾ പത്രോസിന് ഇതെല്ലാം ഓർമ്മ വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിച്ച എൻ്റെ യേശു ആണല്ലോ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. എന്നെ സ്നേഹിച്ച എൻ്റെ യേശു ആണല്ലോ എനിക്ക് വാഗ്ദത്തങ്ങൾ നൽകിയത്. നീ ശീമോനാകുന്നു, നീ പത്രോസാകുമെന്ന് പറഞ്ഞത് ഈ യേശു ആണല്ലോ. ബർയോനാ ശീമോനെ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ഈ യേശു ആണല്ലോ. എന്നെ സ്നേഹിച്ച് വ്യക്തിപരമായ ദൂതുകൾ എനിക്ക് തന്നത് ഈ യേശു ആണല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ ദൂതുകൾ കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു പെൺകുട്ടീൻ്റെ അടുക്കൽ വന്നു. അവൾ പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങുകയാണ്. അവളെന്നോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചു. ബന്ധങ്ങൾ അഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് തന്നു, ദേശത്തിലെ ഉന്നതികളിന്മേൽ നീ നടകൊള്ളുമെന്ന്. കർത്താവിന് സ്തോത്രം. ദേശത്തിലെ ഉന്നതികളിന്മേൽ നീ നടകൊള്ളും. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് വിലയേറിയ ഉദ്ദേശങ്ങളുണ്ട്, കർത്താവിന് വിലയേറിയ ആഗ്രഹങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ നിൻ്റെ ആഗ്രഹം ഞാൻ നിവർത്തിച്ചുകൊള്ളാം. എൻ്റെ മേൽ നീ പകർന്ന നിൻ്റെ ആത്മാവിനെ ഞാൻ ഒരിക്കലും ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ കെടുത്തിക്കളയാതെ എന്നും ഞാൻ പരിപാവനമായി സൂക്ഷിച്ചു കൊള്ളാം. ഈ എൻ്റെ ഹൃദയത്തിൻ്റെ പേടകത്തിൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ സൂക്ഷിച്ചു വെച്ചുകൊള്ളാം. കർത്താവെ നിന്നെയും വഹിച്ചുകൊണ്ട് ഞാൻ ലോകത്തെല്ലാം സഞ്ചരിച്ചു കൊള്ളാം. നീ എന്നെ എവിടെയെല്ലാം പറഞ്ഞു വിടുന്നു അവിടെയെല്ലാം നിൻ്റെ പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് ഞാൻ പോകാം. എൻ്റെ കർത്താവെ എവിടെയെല്ലാം നീ എന്നെ നിർത്തുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ നിറവിൽ ഞാൻ നിന്നുകൊള്ളാം. കർത്താവെ എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല. നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ ജീവൻ, നീയാണ് എൻ്റെ ആയുസ്, നീയാണ് എൻ്റെ സമസ്ത സർവസ്വവും നീയാണ്. നീ മാത്രമാണ് എൻ്റെ സ്വത്ത്. യേശുവേ നീയാണ് എൻ്റെ സമ്പത്ത്. യേശുവേ ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ ഞാൻ നിൻ്റെ സ്വന്തം. ഇന്ന് ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, വിട്ടുകൊടുക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ, ദൈവത്തോട് വാക്ക് പറയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് വാക്ക് പറയൂ. യേശുവേ ഇന്നിതാ എന്നെ ഞാൻ നിനക്ക് വിട്ടു തരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഇതാ ഞാൻ നിനക്ക് വിട്ടു തരുന്നു. എൻ്റെ കർത്താവേ ഈ നിസ്സാരമായ ആളത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഈ പാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ തീരുമാനമുണ്ടോ? ഇനി മനസ്സറിഞ്ഞൊരു പാവം വരികയില്ലെന്ന് ഹൃദയത്തിൽ തീരുമാനമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്തിൽ നിന്ന് ഈ വാക്ക് ഏറ്റുപറയുക. കർത്താവോട് പറയുക, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തം. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തം. എൻ്റെ യേശുവേ നിന്റെ ക്രൂസിലെ രക്തത്താൽ എന്നെ നീ വീണ്ടെടുത്തതുകൊണ്ട് ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം ഹൃദയത്തിൽ തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, നിങ്ങളെ ആളാം പ്രതി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വന്ന് ഈ തീരുമാനങ്ങളെടുപ്പം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഉയർത്തപ്പെട്ട കരങ്ങൾ എൻ്റെ നാഥൻ കയറി പിടിക്കണമേ. കർത്താവേ ആ കരങ്ങൾ പിടിച്ച് നിൻ്റെ മക്കളെ അവിടുന്ന് ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവമില്ലാത്ത ജീവിതത്തിന് സൗഖ്യം അനുഭവിക്കാൻ ഈ മക്കൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.